അസ്സലാമു അലൈക്കും മുഹിബ്ബീങ്ങളെ, എന്തൊക്കെ റാഹത്തല്ലേ? നമ്മുടേതോ നമ്മുടെ കുടുംബത്തിൻ്റെയോ പുഞ്ചിരി മായണമെങ്കിൽ, ഈ മുഖത്ത് തെളിയുന്ന ഈ പുഞ്ചിരി നിലക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിനോ നമുക്കോ മാരകമായ രോഗം അല്ലാഹു പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പുഞ്ചിരി നിലക്കുമെന്റെ മുത്തുമിനീങ്ങളെ. പിന്നെ ആർക്കാണ് സന്തോഷിക്കാൻ കഴിയുക? ആർക്കാണ് ആനന്ദിക്കാൻ കഴിയുക? ആർക്കാണ് സുഖമായി ജീവിക്കാൻ കഴിയുക? ഇത്രകാലം സുഖിച്ച സുഖങ്ങളെല്ലാം അവിടെ നിലക്കും. മാരകമായ രോഗം നിന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അത്ര മാരകമായ രോഗങ്ങളില്ലാതിരിക്കാൻ, മാരകമായ ക്യാൻസർ, ട്യൂമർ പോലുള്ള, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് വലിയ കാവലേകാൻ രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മന്ത്രം മഹാന്മാരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മഹത്തുക്കൾ പറയാണ്, കുറച്ച് വെള്ളത്തിൽ 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് രോഗിക്ക് ആ വെള്ളം കൊടുക്കുക. രണ്ടാമതായിട്ട് വെള്ള പേപ്പർ എടുത്ത് ജലാലിയത്തിന്റെ ഇസ്മായ അല്ലാഹ് എന്ന ഇസ്മ 66 പ്രാവശ്യം ആ പേപ്പറിൽ എഴുതി ഒരു നറുക്ക് രൂപത്തിൽ വെള്ളത്തിലിട്ട് രോഗിക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കും. അല്ലാഹു ശിഫയാക്കി തരും. എന്ത് മാരകമായ രോഗമാണെങ്കിലും, എന്ത് വലിയ പ്രയാസകരമായിട്ടുള്ള രോഗമാണെങ്കിലും അല്ലാഹു ശിഫയാക്കി തരുമെന്ന് മഹത്തുക്കൾ എന്ന് പഠിപ്പിക്കുന്നു. എല്ലാവരും ഈ ഒരു അമലിനെ, ഈ ഒരു മന്ത്രത്തെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം